നുണയ്ക്ക് പല മുഖങ്ങളുണ്ട്, എന്നാൽ സത്യത്തിന്റെ ഒറ്റ മുഖവും. പ്രശസ്ത എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ വാചകമാണിത്. ലോക പൗരനിൽ നിന്ന് തിരുവനന്തപുരത്തുകാരുടെ എംപിയും കോൺഗ്രസിന്റെ കേന്ദ്ര സഹമന്ത്രിയുമായി മാറുകയും ഇടയ്ക്കിടെ ദേശീയനും മോദിയുടെ കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ അന്തർദേശീയനുമാകുന്ന ശശി തരൂരിന് വീര സവർക്കറുടെ പേരിലുള്ള പുരസ്കാരം നൽകുന്നത് സംബന്ധിച്ച വാർത്ത സജീവ ചർച്ചയായിട്ട് തുടരുമ്പോൾ ഓർക്കാവുന്ന വാചകങ്ങളിൽ ഒന്നാണ്. അവാർഡ് സ്വീകരിക്കാൻ താൻ സമ്മതിച്ചിട്ടില്ലെന്ന് തരൂർ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ വ്യക്തമാക്കി. എന്നാൽ അവാർഡ് ഏർപ്പെടുത്തിയ സംഘടന ഭാരവാഹിയുടെ അവകാശവാദം മറിച്ചായിരുന്നു. ജൂറി മേധാവി തരൂരിനെ വസതിയിൽ പോയി കണ്ടെന്നും ഡൽഹിയിൽ വെച്ചാണ് അവാർഡ് ദാന ചടങ്ങ് നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറയുന്നു. ഏതൊരു വലിയ അവാർഡും പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അവാർഡ് ലഭിക്കുന്ന വ്യക്തിയുടെ അഭിപ്രായം മുൻകൂട്ടി ആരായുന്ന പതിവുണ്ട്. നിശബ്ദമായി അവരുടെ സമ്മതം വാങ്ങാറുമുണ്ട്. അതിനുശേഷം മാത്രമേ പരസ്യ പ്രഖ്യാപനം ഉണ്ടാകൂ. ഈയിടെ നൊബേൽ കമ്മിറ്റി പുറത്തിറക്കിയ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവായ വെനിസുലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊരീന മക്കാഡോയെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വെറും 5 മിനിറ്റ് മുൻപ് ഒരു ഉദ്യോഗസ്ഥൻ വിളിക്കുന്നു. രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തേണ്ടി വന്നതിന് അദ്ദേഹം ആദ്യം ക്ഷമ ചോദിക്കുകയും ഓസ്ലോയിൽ പ്രഖ്യാപനം നടക്കുന്നത് വരെ 5 മിനിറ്റ് നേരത്തേക്ക് ഈ വാർത്ത രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സവർക്കർ അവാർഡ് ഏർപ്പെടുത്തിയ ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി, അതായത് HRDS എന്ന സംഘടന തരൂരിനെ എന്തുകൊണ്ട് വിശ്വാസത്തിലെടുത്തില്ല? കേരളത്തിലെ നയതന്ത്ര സ്വർണ്ണക്കടത്ത് വിവാദത്തിനിടെ കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിന് തിടുക്കപ്പെട്ട് ജോലി നൽകിയ സംഘടന എന്ന നിലയിലാണ് പലരും ഇവരെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഈ വർഷം ആദ്യം ഡൽഹിയിൽ നടന്ന ഒരു മലയാളി സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ദി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ന പേരിൽ തിളക്കവും കട്ടിയുമുള്ള ഒരു നോട്ട്ബുക്ക് നൽകിയിരുന്നു ഈ സംഘടന. ആ നോട്ട്ബുക്കിൽ HRDS എന്നതിന്റെ പൂർണ്ണ രൂപം പോലും ഉണ്ടായിരുന്നില്ല. പകരം മോദിയുടെ ചെറുതും വലുതുമായ 400-ലധികം ഫോട്ടോകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരൊറ്റ വ്യക്തിയുടെ ഇത്രയധികം ചിത്രങ്ങളുമായി ഏതെങ്കിലും ഡയറി ഇതിനു മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. സവർക്കർ അവാർഡിനായി തരൂരിനെ കണ്ടെത്തിയത് അവിചാരിതമോ ആലോചനാരഹിതമോ ആയ പ്രവൃത്തിയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇത്തരം തീരുമാനങ്ങൾ പെട്ടെന്നുണ്ടാകുന്നവയല്ല. ആസൂത്രണത്തികവോടെ ചർച്ച ചെയ്ത് ഉന്നതങ്ങളിൽ നിന്നുള്ള അനുമതിയോടെ തീരുമാനിക്കപ്പെടുന്നവയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇതിനെക്കുറിച്ച് അറിവില്ലെന്ന് പോലും കരുതാനാവില്ല. ഇത് ഈ സംഭവത്തെ കൂടുതൽ കൗതുകകരമാക്കുന്നു. കാരണം മോദി പ്രധാനമന്ത്രി ആയതിന്റെ 4ാമത്തെ വർഷം 2018 പ്രസിദ്ധീകരിച്ച ദി പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് ഹിസ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് തരൂർ. മോദി ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് ആ പുസ്തകത്തിൽ തരൂർ വാദിച്ചിരുന്നു. ഹിന്ദുത്വത്തെയും VD സവർക്കറെയും അതിൽ അദ്ദേഹം തുറന്നെതിർത്തു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്ന് ആദ്യം വാദിച്ചത് സവർക്കറാണ്. ഈ ആശയമാണ് പിന്നീട് മുഹമ്മദ് അലി ജിന്ന സ്വീകരിച്ചത്. എന്നിട്ടും തരൂർ അവാർഡ് സ്വീകരിച്ചിരുന്നെങ്കിൽ ആരും അത്ഭുതപ്പെടുമായിരുന്നില്ല. BJPയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം പലപ്പോഴും ടോം ആൻഡ് ജെറി പോലെയാണ്. ബന്ധശത്രുക്കളായി തോന്നുമെങ്കിലും ഒരു പൊതു ശത്രു വരുമ്പോൾ അവർ കൈകോർക്കുന്നു. തമ്മിൽ പോരടിക്കുമെങ്കിലും ഒരിക്കലും പരസ്പരം മാരകമായി ഉപദ്രവിക്കാറില്ല. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തരൂർ ഐക്യരാഷ്ട്രസഭയിൽ ഉദ്യോഗസ്ഥനായിരുന്ന കാലം മുതൽ ദി ഹിന്ദുവിൽ എഴുതിയിരുന്ന കോളങ്ങളുടെ സ്ഥിരം വായനക്കാരനാണ് ഞാൻ. 1995 ഗണപതി വിഗ്രഹങ്ങൾ പാല് കുടിക്കുന്നു എന്ന പ്രചരണത്തെ ന്യായീകരിച്ച് അദ്ദേഹം എഴുതിയ കോളം വായിച്ചപ്പോഴുണ്ടായ ഞെട്ടൽ ഇപ്പോഴും ഓർക്കുന്നു. യുക്തിവാദികൾ ഇതിനെ കാപ്പിലറി ആക്ഷൻ എന്ന് വിശദീകരിച്ചപ്പോൾ തരൂർ ആ ആവേശത്തെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. തരൂരിന് എന്തിനേയും ന്യായീകരിക്കാൻ കഴിയുമെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. ദക്ഷിണ കൊറിയയുടെ ബാൻ കി മൂണിനെതിരെ UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് തരൂരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ച പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ചെയ്തത് വലിയൊരു രാഷ്ട്രീയ അബദ്ധമായിരുന്നു. തരൂരിന്റെ കഴിവിനായിരുന്നില്ല പ്രശ്നം, മറിച്ച് മറ്റൊരു ഏഷ്യൻ സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹത്തെ മത്സരിപ്പിച്ചു എന്നതായിരുന്നു. തരൂർ പരാജയപ്പെട്ടു. വൈകാതെ അദ്ദേഹം UN ജോലിയും അവസാനിപ്പിച്ചു. ആ സമയത്താണ് വിശ്വസ്തരായ പല പാർട്ടി പ്രവർത്തകരെയും മറികടന്നുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിപ്പിച്ചത്. പുറത്തു നിന്നുള്ള പ്രശസ്തരെ തിരഞ്ഞെടുത്ത ചരിത്രം തിരുവനന്തപുരത്തിനുണ്ട്. ജീവിതത്തിന്റെ ഭൂരിഭാഗവും ലണ്ടനിൽ ചിലവഴിച്ച VK കൃഷ്ണമേനോൻ ഇടതുപക്ഷ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ ഇവിടത്തുകാർ വിജയിപ്പിച്ച് പാർലമെന്റിൽ അയച്ചിട്ടുമുണ്ട്. തരൂർ 4 തവണ ഈ സീറ്റിൽ വിജയിച്ചു. UDF നടത്തിയ കഠിന പരിശ്രമത്തിന്റെയും ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ ഉറച്ച പിന്തുണയുടെയും ഫലമായാണ് ഈ വിജയങ്ങൾ സാധ്യമായതെന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സമ്മതിക്കും.
ഒരിക്കൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നതിന് തൊട്ടടുത്തെത്തിയ മുതിർന്ന BJP നേതാവ് ഒ രാജഗോപാൽ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. രണ്ടാം UPA സർക്കാരിൽ തരൂരിന് വിദേശകാര്യ സഹമന്ത്രി പദവി നൽകിയെങ്കിലും എല്ലാ ബുദ്ധി സാമർഥ്യങ്ങൾക്കും അപ്പുറം ഒരു ക്രിക്കറ്റ് ടീം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാനവശേഷി വകുപ്പിലെ സഹമന്ത്രിയാക്കി മൻമോഹൻ. 2009-ലും 2019-ലും 1 ലക്ഷത്തിനടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ടായിരുന്ന തരൂർ കഴിഞ്ഞ വർഷം 16,077 വോട്ടുകൾക്കാണ് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരെ പരാജയപ്പെടുത്തിയത്. വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ജയിക്കാനാകുമായിരുന്നില്ല. കോൺഗ്രസ് സംഘടനാ സംവിധാനവും UDF വോട്ടുകളും ഒറ്റക്കെട്ടായി ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം അതിജീവിക്കില്ലായിരുന്നു. മല്ലികാർജുൻ ഖാർഗെ, ഡോക്ടർ മൻമോഹൻ സിംഗ്, ബാൻ കി മൂൺ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചുവെങ്കിലും മല്ലികാർജുൻ ഖാർഗെയോട് പരാജയപ്പെട്ടു. പണ്ടേ മുഖ്യമന്ത്രിയാകാമായിരുന്ന ഖാർഗെ BJPയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർത്തും മതനിരപേക്ഷതയ്ക്കും സാമൂഹിക നീതിക്കും വേണ്ടി ഉറച്ചുനിന്നും പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ തന്റെ കരുത്ത് തെളിയിച്ചു. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയാകണമെന്ന് കുറച്ചു കാലത്തേക്ക് തരൂർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ആ പ്രചാരണം തുടങ്ങിയ ഉടനെ തന്നെ അവസാനിച്ചു. തരൂര് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് ഇന്ന് പലരും അത്ഭുതപ്പെടുന്നു. സ്വന്തം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിനെ ദുർബലപ്പെടുത്തുന്ന പ്രസ്താവനകൾ അദ്ദേഹം നിരന്തരം നടത്താറുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം BJPക്കെതിരെ പോരാടുമ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പ് വേളയിൽ രാഹുൽ ഗാന്ധിയെയും സഹോദരിയെയും പരാമർശിച്ച് കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ തരൂർ സംസാരിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അടുത്തിടെ ഡൽഹി സന്ദർശിച്ചപ്പോൾ പാർലമെന്റിലെ ഇരു സഭകളിലെയും പ്രതിപക്ഷ നേതാക്കളെ ക്ഷണിക്കാത്തത് അവഗണിച്ച് തരൂർ അത്താഴ വിരുന്നിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി മോദിയെ പോലെ തനിക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രം പാർലമെന്റിൽ എത്തുന്ന പ്രകൃതമാണ് അദ്ദേഹത്തിനും. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയ വിജയത്തെക്കുറിച്ച് മുഴുവൻ സംസ്ഥാനവും BJP പിടിച്ചടക്കിയതുപോലെയാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. സാധാരണഗതിയിൽ തരൂർ ഇതൊരു വ്യക്തിപരമായ രാഷ്ട്രീയ തിരിച്ചടിയായി കാണേണ്ടതായിരുന്നു. പകരം അതിലും അദ്ദേഹം ഒരു നിഗൂഢ ആനന്ദം പുൽകിയതുപോലെ തോന്നിച്ചു. അതാണ് ശശി തരൂർ ദേശീയനാകേണ്ടപ്പോൾ അന്തർദേശീയനും പ്രാദേശികനാകേണ്ടപ്പോൾ ദേശീയനും. അദ്ദേഹത്തിന് രാഷ്ട്രീയം എന്നത് സാധാരണക്കാരുടെ ദൈനംദിന പോരാട്ടങ്ങളെക്കാളേറെ ഗ്ലാമറിന്റെയും കാഴ്ചപ്പകിട്ടിന്റെയും വിഷയമാണ്. ചുരുക്കത്തിൽ ശശി തരൂർ ഒരു വൈരുദ്ധ്യങ്ങളുടെ MP-യാണ്. വാഗ്മിയും ബുദ്ധിമാനും ലോകമെമ്പാടും ആദരിക്കപ്പെടുന്നയാളുമൊക്കെ ആയിരുന്നിട്ടും സ്വന്തം നാട്ടിൽ അനിശ്ചിതത്വത്തിലാണ് നിൽപ്പ്. അദ്ദേഹം വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ട് എങ്കിലും ആ രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഏത് സമയവും അടർന്നു വീഴാൻ വിധം അത്രമേൽ ദുർബലമാണ്.